ഡ്രൈവറുണ്ട്, മലയാളിയല്ല. ട്രാഫിക്കിലാണിപ്പോൾ. മെഹബുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മെഹബുള്ള ടു കൈനാൻ സിറ്റി ഏകദേശം ഒരു 2.5 മണിക്കൂർ അടുത്തുണ്ട്. യാത്രാവിശേഷങ്ങളും അവിടുത്തെ ടോപ്പ് ഡെസേർട്ട് വ്യൂസ് എല്ലാം ഞാൻ കാണിക്കും. സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടുണ്ട്, MPWയുടെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ലൈവ് തരാം. ഓക്കെ, ബൈ. ഇത് സിറ്റി ഇല്ല, ഇത് ഡെസേർട്ടാണ് കേട്ടോ. കൈലാൻ സിറ്റിയാണ് കാണുന്നത്. കൈലാൻ സിറ്റി ആൻഡ് ബീച്ചാണ് കാണുന്നത്. നമ്മുടെ റിസോർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തുള്ള വ്യൂ ആണ്. നമുക്ക് ഓൾറെഡി ഇത് സിറ്റി സൈഡിലുള്ള റിസോർട്ട് ആയതുകൊണ്ടാണ് ബിൽഡിംഗ് സൈസ്. നമ്മളിനി അടുത്ത ഡെസേർട്ടിലേക്കാണ് പോകുന്നത്. ഡെസേർട്ട് വ്യൂ എന്ന് പറയുന്നത് അവിടുത്തെ റിസോർട്ട് എന്ന് പറയുമ്പോൾ ടെൻറ്റ് ടൈപ്പാണ്. ഇവിടുത്തെ റിസോർട്ട് അവൈലബിൾ അല്ല, കാരണം ഫുൾ നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് ഫുൾ ബുക്കിംഗ് ആണ്, വേക്കൻ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളെ വ്യൂ കാണിക്കുവാണ്. അടുത്ത നമുക്ക് സിറ്റിയിലേക്കുള്ളത് വേറെ ദിവസം. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. രാവിലെ തിരിച്ച് യാത്രയാണ്. ഏകദേശം 3 മണിക്കൂർ മേളിലായി. ഇപ്പം കൈലാൻ സിറ്റി കഴിഞ്ഞു ഡെസേർട്ട് ഏരിയയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പം ബസ്സിൽ ഇപ്പോൾ ആരുമില്ല, ഞാനും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. കുറച്ച് നേരം വണ്ടി ഓഫ് ചെയ്തിരുന്നു. നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടാണ് വന്നത്. ഏകദേശം 3.5 മണിക്കൂർ യാത്രയായിരുന്നു. അപ്പം ഞങ്ങൾ ഏകദേശം എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡെസേർട്ട് റോഡിലാണ്. ഇതിന് ഏകദേശം ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് ഞങ്ങൾ ഒരെണ്ണം കഴിഞ്ഞു. അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് കയറണം. എന്നിട്ട് വണ്ടി സൈഡാക്കി ചെയ്യുക. വണ്ടി ഒരുപാട് കീഴായി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഡെസേർട്ട് റോഡിലാണ്. കൈലാൻ എന്നൊരു സ്ഥലം. ഏകദേശം ഇവിടുത്തെ ഒരു 10 കിലോമീറ്റർ ഏരിയയാണ് ഞാൻ പറഞ്ഞ ഡെസേർട്ട് പോയിന്റ്. കൈലാൻ ഡെസേർട്ട് പോയിന്റ്. കൈലാൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ഏകദേശം നല്ലൊരു വ്യൂ ആണ്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വ്യൂ കാണാൻ വേണ്ടിയാണ്. കാരണം അത്രയ്ക്ക് നല്ല ഒരു ഡെസേർട്ട് കാണാൻ വേണ്ടി യൂണിവേഴ്സിറ്റി ഓഫ് ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് 3 കിലോമീറ്റർ എൻ്റെ
ഡെസേർട്ടിലെല്ലാം പോകുന്നത്. ഡെസേർട്ടിൻ്റെ റോഡാണ്, പക്ഷേ ഡെസേർട്ടിലേക്ക് കയറിയിട്ടില്ല. ഇത് കൈരാൻ സിറ്റിയുടെ ഒരു ചെറിയ ഭാഗമാണ്, സിറ്റി ആയിട്ടില്ല. സിറ്റിക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം. എൻ്റെ പുറകിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് റോഡ്. ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്താണ് വന്നേക്കുന്നത്. അപ്പം ബസ് കുറേ ഹീറ്റായി. അപ്പം ബസ് ഇവിടെ കുറച്ച് നേരത്തേക്ക് ഒന്ന് സ്ലോ ചെയ്തിടാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത യാത്ര ഡെസേർട്ട് വ്യൂവിൽ ചെന്നിട്ട് വിശേഷങ്ങളായിട്ടൊക്കെ തിരിച്ചു വരാം. ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഹായ്, ഹലോ. ഏകദേശം 5 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ ഏറിയേ വന്നു. ഞാനും ഡ്രൈവറും ഉണ്ട്. ഡ്രൈവർ ഫുൾ ടയേർഡായി. പക്ഷേ റിസോർട്ട് സൈഡിൽ ഞങ്ങൾ പോയെന്ന് എൻക്വയറി ചെയ്തപ്പോൾ നാളെ ഇവിടെ ഫ്രൈഡേ ആണ്. ഓൾറെഡി ബുക്കിങ്ങുകളെല്ലാം ഫുള്ളാണ്, ഒന്നും വേക്കൻ്റ് ഇല്ല. അതുകൊണ്ട് പിന്നെ റിസോർട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ദിവസത്തേക്ക് പാക്കേജ് ആക്കി തരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇന്ന് നമുക്കിപ്പം കൈരാൻ ഡെസേർട്ട് വ്യൂ മാത്രം കാണാം. അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ. അതിന് ഞാൻ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരുപാട് വന്നതാണ്. എന്തായാലും കൈരാനിൻ്റെ ടോപ്പ് വ്യൂ, ഡെസേർട്ട് വ്യൂ മാത്രം. പിന്നെ 10 ദിവസങ്ങളിൽ ഫ്രീ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ പക്ഷേ ഇല്ലാതെ മാത്രമല്ല കുഴപ്പമില്ല. നിങ്ങൾക്ക് ബസ് ചെയ്യാൻ പറ്റി. നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. വേറെ ഒന്നും അവസരങ്ങൾ ചാൻസ് കിട്ടിയില്ല, കാരണം നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലാം ഫുൾ ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ അവസാനമായിട്ട് 2.5 മണിക്കൂർ യാത്ര ചെയ്തു. കൈരാൻ എന്നുള്ള സിറ്റി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡെസേർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് കൈരാൻ ഡെസേർട്ട്സ്. കാരണം സിറ്റിയിൽ നിന്ന് ഏകദേശം പിന്നെയും 5-6 കിലോമീറ്റർ ഞങ്ങൾ ഉള്ളിലേക്ക് വന്നു. കാരണം റിസോർട്ടിൽ പോകാൻ പറ്റില്ല. റിസോർട്ട് എന്ന് വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലുള്ള ബിൽഡിങ്സ് പോലല്ല, ടെൻറ്റ് റിസോർട്ട്സാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് റിസോർട്ട്സാണ്. കൈരാൻ എന്നറിയപ്പെടുന്നത് റിസോർട്ട്സ് സിറ്റി എന്നാണ്. നമുക്ക് റിസോർട്ടിലേക്ക് പോകാനുള്ള ടൈം കിട്ടി, പക്ഷേ ബുക്കിംഗ് ആണ്. നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് അവധിയാണ്. അതുകൊണ്ട് നമുക്ക് അവിടേക്കുള്ള ഫെസിലിറ്റി നമുക്ക് കിട്ടിയില്ല. ഇനി അടുത്ത തവണ നമുക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് എത്താം. അപ്പോൾ ഞാനീ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ് ഇത്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പെർമിഷൻ വാങ്ങിച്ചു
റിസോർട്ട്സ് എന്ന് പറഞ്ഞാൽ ടെൻറ്റ് റിസോർട്ടുകളാണ്, ബിൽഡിംഗ് റിസോർട്ടല്ല. നമ്മുടെ ഈ സൺസെറ്റ് കാണാൻ നല്ല രസമാണ്. ഈ സൺസെറ്റ് നല്ല അതിമനോഹരമായിരിക്കുന്നു. ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്ത് വന്നതിൽ ഒരു യൂസ്ഫുള്ളായി. കുവൈറ്റിൻ്റെ അതിമനോഹരമായ സൺസെറ്റ് കാണാനുള്ള എനിക്ക് സാധിച്ചു. ഓക്കെ, ഇനി ഞങ്ങൾക്ക് ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്യണം. 2.5 മണിക്കൂർ യാത്ര ചെയ്താലേ തിരിച്ചടിക്ക് കുവൈറ്റ് സിറ്റിയിലെത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ വന്ന ബസ്സിൻ്റെ ടൈമും അത്രയാണ്. കാരണം രാവിലെ എടുത്ത ബസ്സാണ്. വൈകിട്ട് ഏകദേശം ഇപ്പോൾ ടൈം